ഒരു പാട്ട് പോലും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏത് ഫ്ലൂട്ടാണ് മേടിക്കേണ്ടതെന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇത് സീഡർ ഫ്ലൂട്ടാണ്, ഹിന്ദുസ്ഥാനി ഫ്ലൂട്ട്. ഇതിന് 6 ഹോളേ വരത്തുള്ളൂ. പിന്നെ ഒരു ട്യൂണിങ് ഹോളും വരും, കാണാമല്ലോ, ട്യൂണിങ് ഹോളും വരും. ഇനി എല്ലാവരെയും കൊണ്ട് ചിലപ്പോൾ കൈ എത്തണമെന്നില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈയുടെ ഫ്ലൂട്ട് ഉപയോഗിക്കാം. ഇത് ഈ ആണ്. അപ്പം സിയും ഇയും കൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു വ്യത്യാസം കണ്ടോ? ഇത്രയേ ഉള്ളൂ ഫ്ലൂട്ട്, വളരെ ചെറുതാണ്. അപ്പം ഓരോരുത്തരുടെ കൈ പിടിക്കുന്നതനുസരിച്ച് വലുത് ചെറുത് വരും. അല്ലെങ്കിൽ നമ്മുടെ വിരൽ ചെറുതാണെങ്കിൽ നമുക്ക് ചെറിയ ഫ്ലൂട്ട് ആദ്യം പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്, ചെറിയ ഫ്ലൂട്ട്. ഓക്കെ, ഇതെല്ലാം വില കുറഞ്ഞ ഫ്ലൂട്ടാട്ടോ. 450-500 അടുപ്പിച്ചാണ്ടേ ഉള്ളൂ. PVCയുടെ ഫ്ലൂട്ടാണ്. നല്ലൊരു പ്രൊഫഷണൽ ഫ്ലൂട്ട് മേടിക്കണമെങ്കിൽ എങ്ങനെയായാലും ഒരു 2000 രൂപ, അല്ല 1500-2000 രൂപ ഒക്കെ ആവും. അപ്പോൾ ഇത് നമ്മൾ സിയുടെ ഈ ഫ്ലൂട്ട് എടുക്കുന്ന കേട്ടോ. ഇനി ചിലവർക്ക് ഇത് ഊതുമ്പോൾ സൗണ്ട് ഒട്ടും ക്ലിയർ ആയിട്ട് കേൾക്കത്തില്ല. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ കാണിച്ചു തരാം. ഹോളൊന്നും അടച്ചു പിടിക്കരുത്. ഓക്കെ, ഇതാദ്യം ഫ്ലൂട്ട് ഒട്ടും അറിയാത്തവരാണെങ്കിൽ ഇതിൻ്റെ ഹോളൊന്നും അടച്ചു പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഈ ലിപ്പിൻ്റെ ഈ ഭാഗം, സെൻറ്റർ ഭാഗം ഈ ഹോളിനോട് ചേർത്ത് വെച്ചിട്ട് ഊതണം. ഓക്കെ, താഴോട്ടാട്ടോ ഊതുന്നത്. ഇനി ഊതിയിട്ട് സൗണ്ട് വരുന്നില്ലെങ്കിൽ ഇതിങ്ങനെ ഒന്ന് കറക്കി കൊടുക്കണം. ഉണ്ടല്ലോ, ഇത് ഈ ഹോളിൻ്റെ ഭാഗം ചുണ്ടിനോട് ചേർത്ത് വെച്ചിട്ട് പതുക്കെ കറക്കിയിട്ടൊന്ന് ഊതണം. കറക്കിക്കൊണ്ടൊന്ന് ഊതിയാൽ മതി. ഉണ്ടല്ലോ, ഇങ്ങനെ ഊതിയ സൗണ്ട് വരത്തില്ല. അപ്പോൾ എന്നിട്ട് പതുക്കെ ഊതുകയും കറക്കി കൂടെ ചെയ്യുക. എവിടെ വന്നോ പെർഫെക്റ്റ് സൗണ്ട് കിട്ടുന്ന അത് ഫിക്സ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഹിന്ദുസ്ഥാനി സ്റ്റൈലിൽ പഠിക്കുമ്പോൾ 3 ഫിംഗർ പിടിക്കുമ്പോഴാണ് സാ കിട്ടുന്നത്. കർണാട്ടിക് പഠിക്കുമ്പോൾ 2 ഫിംഗർ പിടിക്കുമ്പോഴാണ് സാ കിട്ടുന്നത്. അപ്പം ഇത് സീഡർ ഫ്ലൂട്ടാണ്. അപ്പോൾ ഓരോ ഫ്ലൂട്ട് പിടിക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ഇത് മാറും. പക്ഷെ അത് നോക്കണ്ട, സ്റ്റൈൽ അത് തന്നെ, അത് വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പം ഹിന്ദുസ്ഥാനി പഠിപ്പിക്കുമ്പോൾ 3 ഫിംഗർ പിടിക്കുമ്പോൾ സാ. ഓക്കെ, അത് മാത്രം ഓർത്താൽ മതി. സരിഗമ വായിക്കുന്നത് 3 ഫിംഗർ ഇങ്ങനെയാണ് പിടിക്കുന്നത്. അപ്പോൾ ഇതാണ് സാ. 3 ഫിംഗർ ക്ലോസ് ചെയ്യുമ്പോൾ സാ എന്നുള്ള സൗണ്ട് കിട്ടും. അപ്പോൾ ഇത് അടയ്ക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പാട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുൾ ഹോള് അടച്ച് പിടിക്കുന്ന ഒരു സ്വരം വായിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പാട് വരുന്നത്. അത് പായാണ്. ഫുള്ള് അടഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരു വിരലിൻ്റെ ഇച്ചിരി തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു സൗണ്ട് കിട്ടത്തില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടി വരുന്നത് പായ എന്നുള്ള സൗണ്ടായിരിക്കും. അത് നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചല്ല, ഞാൻ പ്രൊഫഷണലായിട്ട് പഠിച്ച ആളല്ല. യൂട്യൂബ് നോക്കി ചെറിയ രീതിയിലൊക്കെ പാട്ട് പാടും. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യം എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്കൊരു പാട്ട് പാടാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും, ഈ ഒറ്റ ഇതിൽ തന്നെ. ഓക്കെ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും. ഞാനാണെങ്കിൽ രാവിലെ വൈകിട്ടും ഓരോ മണിക്കൂർ വീതം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ പെട്ടെന്ന് പഠിച്ചത്. ഓരോരുത്തർക്കും ആ ഒരു സമയം കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഈ കൈ ഞാൻ പിടിക്കുന്നില്ല കേട്ടോ, ഈ 3 ഫിംഗർ. അപ്പം ഇങ്ങനല്ല, ഇങ്ങനെ പിടിക്കരുത്. കാണാമല്ലോ, ഇങ്ങനെ ഹോൾ അടച്ചു പിടിക്കരുത്. ഇത് തെറ്റാണ്. ഇങ്ങനെ കാണാമല്ലോ, ഇങ്ങനെ ഹോൾ അടച്ചു പിടിക്കരുത്. നമ്മുടെ ഫിംഗർ നൂത്തിട്ട് ഇതിൻ്റെ മണ്ടയിൽ എന്നിട്ട് ഈ ഭാഗം, ഇതിൻ്റെ നടുഭാഗമാണ് നമ്മൾ വെക്കുന്നത്. ഈ ചൂണ്ടുവിരലിൻ്റെ നടുഭാഗം വേണം വെക്കാൻ. ഓക്കെ, നടുഭാഗം വെക്കുക. അടുത്ത വിരലിന് ആ സെൻറ്റർ തന്നെ വരും. അടുത്ത വിരൽ എങ്ങനെയാണെന്ന് വരുന്നത് ആ രീതിയിൽ വെക്കുക. കൂടുതൽ വിരൽ ഈ ടിപ്പായിരിക്കും വരുന്നത്, മോതിര വിരലിൻ്റെ ടിപ്പായിരിക്കും വരുന്നത്. അപ്പോൾ അതങ്ങ് വെക്കുക. ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഫസ്റ്റ് ഹോള് അടുത്തത് വെക്കുമ്പോഴേ ആ ഭാഗമേ വരത്തുള്ളൂ, സെൻറ്റർ ഭാഗമേ വരത്തുള്ളൂ. അടുത്ത് വെക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് വരുന്നത് അത് കൂടുതലും ടിപ്പായിരിക്കും വരുന്നത്. ടിപ്പെന്ന് വെച്ചാൽ തുമ്പ് ഭാഗമായിരിക്കും വരുന്നത് എല്ലാവരുടെയും. ഓരോരുത്തരുടെ ഓരോ രീതിയിലായിരിക്കും.
അപ്പോൾ ടിപ്പാണെങ്കിലും എന്തായാലും അങ്ങനെ വെച്ചാൽ ഇത് രണ്ടും നോക്കിയാൽ മതി. സെൻറ്റർ അതിൻ്റെ ടിപ്പ്. ഓക്കെ, ഈ 3 ഫിംഗർ ഇപ്പോൾ നോക്കിയാൽ മതി. എന്നിട്ട് വായിക്കുക. ആ സൗണ്ടാണ് സ. നമ്മൾ ഒരു ഫിംഗറോടെ പൊക്കുമ്പോൾ രീ എന്നുള്ള സൗണ്ട് കിട്ടും. ഓരോ ഫിംഗർ വെക്കുമ്പോൾ ഇപ്പം 3 ഫിംഗർ അടച്ചേക്കുക, സാ എന്നുള്ള സൗണ്ട് കേൾക്കുക. അടച്ച് വെക്കുമ്പോൾ ഒരു ഫിംഗർ വെക്കുമ്പോൾ രീ എന്നുള്ള സൗണ്ട്, ഒരു ഫിംഗറോട് പോകുമ്പോൾ ഗാ എന്നുള്ള സൗണ്ട്, ഒരു ഫിംഗറിൻ്റെ പകുതി. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ലാസ്റ്റ് ഫിംഗറിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാ രീ ഗ മ, ഇത് തുറക്കത്തില്ല. തുറന്നാലും മ എന്നുള്ള സൗണ്ടാണ് കേൾക്കുന്നതെങ്കിലും ഇത് കുറച്ചേ തുറക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ ഫിംഗറിൻ്റെ കാണിച്ചു തരാം, കാണാൻ പറ്റുന്നുണ്ടോ? ഇത്രയേ തുറക്കത്തുള്ളൂ. ഒരു പൊടിക്ക് ഇത് ഫുള്ള് നമ്മൾ പകുതിയേ തുറക്കത്തുള്ളൂ, ഇത്രയേ തുറക്കത്തുള്ളൂ. അത് ഇച്ചിരി പാടായിരിക്കും, ആദ്യം ഇച്ചിരി പാടായിരിക്കും. ഈ ടിപ്പിൻ്റെ ഇത് മാത്രം ഇങ്ങനെ അനങ്ങണം, എത്രയും. എന്ന് വെച്ചാൽ ഫുൾ അടയാനും പാടില്ലെങ്കിൽ തുറക്കാനും പാടില്ല എന്നുള്ള രീതിയിൽ പകുതി അടച്ചു നോക്കുമ്പോൾ കിട്ടുന്ന സൗണ്ടാണ് മ. അത് ഫുള്ള് തുറന്നാലും മായ കിട്ടുന്നത്. അത് വലിയ മ, ചെറിയ മായും വലിയ മായും. അപ്പോൾ ഇതിനകത്താണ് ചിലർക്ക് ചെറിയ ഡൗട്ട് വരുന്നത്. ഈ സരിഗമ അല്ലാതെ തന്നെ ഇതിനകത്ത് വേറെ കുറച്ച് സൗണ്ടുകളുണ്ട്. അപ്പോൾ ഇത് പിന്നീട് നിങ്ങൾക്കതൊരു സംശയം വരാതിരിക്കുന്ന ആ തുടക്കത്തിലേ പറയാം. അപ്പോൾ ഈ സാ കഴിഞ്ഞിട്ട് നമ്മൾ രീ എന്ന് പറയുമല്ലോ, രീ സാ എന്ന് പറഞ്ഞ സൗണ്ട് വന്നതിന് ശേഷം പൊക്കുമ്പോഴാണ് രീ എന്നുള്ള സൗണ്ട് വരുന്നത്. പക്ഷേ ഈ രീ മൊത്തത്തിൽ പൊക്കിയില്ലെങ്കിലും ഒരു സൗണ്ട് ഉണ്ട്. അതിനെ കോമൽ സൗണ്ട് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കോമള സൗണ്ട് എന്നാണ് പറയുന്നത്. ഫുള്ള് പൊക്കത്തില്ല. സാ കഴിഞ്ഞിട്ട് കുറച്ച് മാത്രം പൊക്കിക്കഴിഞ്ഞാൽ അത് രീ കോമലാവും. പിന്നെ ഫുൾ പൊക്കിക്കഴിഞ്ഞാൽ അത് രീ, ചെറിയ രീ വലിയ രീ. അതുപോലെ അടുത്ത ഫിംഗറിൻ്റെ കുറച്ച് മാത്രം പൊക്കിയാലും ഗാ കോമൽ എന്നാണ് പറയുന്നത്. ചെറിയ ഗാ കുറച്ച് മാത്രം, ഫുള്ള് തുറക്കുമ്പോൾ ഗാ. അതിൽ മ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ചെറിയ മ വലിയ മ. അതുപോലെ പ എന്ന് പറയുന്ന സൗണ്ടാണ് ഏറ്റവും കൂടുതൽ പാട്. കാരണം സാ രീ ഗ മ എന്ന് പറഞ്ഞിട്ട് ഫുൾ ഹോൾ അടയണം. ഇപ്പം ഫുൾ ഹോളിൽ നമ്മൾ കൈ വിട്ടിട്ട് പിടിക്കാൻ പാടാണ്, അത് കിട്ടത്തില്ല എല്ലാവർക്കും. അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തമ്പ് എവിടെ വെക്കുന്നതെന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. അതിന് ആദ്യം ഒരു കാര്യം ചെയ്യുക, ഫിംഗർ അടയ്ക്കുക. നേരത്തെ പറഞ്ഞിട്ട് ഇതിൻ്റെ ടിപ്പാട്ടോ ഞാൻ അടയ്ക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലായിരിക്കും. ടിപ്പ്, സെൻറ്റർ, ഇതിൻ്റെ സെൻറ്റർ, ഇങ്ങനെ ഞാൻ വെക്കുന്നത്. പലരും പല രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ ഇതാദ്യം വെക്കുക. ഓക്കെ, ടിപ്പ് വെച്ച ശേഷം തമ്പ് നിങ്ങൾക്ക് എവിടെയാണോ നല്ലപോലെ വെക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് അധികം സ്ട്രെയിൻ ഇല്ലാതെ വെക്കാൻ പറ്റുന്നത് എവിടെയാണോ അവിടെ ചെയ്യുക. അപ്പം ഫിംഗർ എടുക്കുന്ന സമയത്ത് ഈ ചിന്നവെള്ളം ഉണ്ടല്ലോ, ചിന്നവെള്ളം ഇവിടെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് പൊക്കുക. തിരിച്ചടച്ചാൽ അവിടെ തന്നെ വരത്തുള്ളൂ. അപ്പോൾ ഈ ഇങ്ങനെ തുറക്കുമ്പോഴും തമ്പ് പോകരുത്. ഈ ചിന്നവെള്ളം സപ്പോർട്ടിന് കൊടുക്കുക. ഈ സൈഡിൽ ഫിംഗർ പൊക്കുക. അടച്ച ആ സ്ഥലത്ത് തന്നെ വരത്തുള്ളൂ. മനസ്സിലായി? അപ്പം കണ്ടോ, ഫുൾ ഹോൾ അടഞ്ഞാലേ പാ എന്നുള്ള സൗണ്ട് കിട്ടത്തുള്ളൂ. ഇത്രേ ഉള്ളൂ പാ. ഈ കൈ വെക്കുന്ന രീതിയിരിക്കും പാ. തമ്പടി വെക്കുക, ഫിംഗർ വെക്കുക, തമ്പടി കൊടുക്കുക, ചിന്നവെള്ളം സപ്പോർട്ടിന് കൊടുക്കുക, പൊക്കിയിട്ട് തിരിച്ച് വെച്ച് നോക്കുക. കറക്റ്റ് ആ ഹോളെല്ലാം അടയുന്നുള്ളൂ. അങ്ങനെ അടയത്തുള്ളൂ, ഫുള്ളായിട്ട് അടഞ്ഞോളും. ഇങ്ങനെ തന്നെ അടഞ്ഞോളും. അതേ സ്ഥലത്തേ വരത്തുള്ളൂ കൈ. അങ്ങനെ പാ പഠിക്കാൻ പറ്റും. സാ രീ ഗ മ ചെറുതാണ്. എപ്പോഴും പാട്ടുകൾക്ക് വരുന്നത് ചെറിയ മായ. ചില പാട്ടുകൾക്ക് ഉള്ളൂ വലിയ മാ വരുന്നത്. എല്ലാ പാട്ടുകൾക്കൊന്നും വലിയ മാ അങ്ങനെ വരാറില്ല, എന്നാൽ ചില പാട്ടുകൾക്ക് വരും. അപ്പം ഒന്നുകൂടെ സരിഗമ പതിനിച്ച് ഒന്ന് വായിച്ചേപ്പിച്ച.
ഇതാണ് സരിഗമ പദനിസ. അപ്പം സ രി ഗ മ ചിരി തുറക്കുക, പ ഫുൾ അടയണം, പ ദ നി സ. അപ്പോൾ ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഞാൻ ആദ്യം ഈ സരിഗമ പഠിക്കുന്ന സമയത്തില്ലയോ എങ്ങനെ വായിക്കുന്നത് കാണിച്ചു തരാം. ഇങ്ങനെ വായിക്കുന്നത് തെറ്റാണ്, ഇങ്ങനെയല്ല വായിക്കേണ്ടത്. സ രി ഗ മ കഴിഞ്ഞിട്ട് പ വരുമ്പോൾ ഹൈ പിച്ചുള്ള സൗണ്ടാണ് വേണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ പ്രഷർ കൂട്ടിയിട്ടുള്ള പ വേണം വരാൻ. ഇത് നോർമൽ പയ, ഇതല്ല ഈ പായ വേണ്ടത്. ഇത് നോർമലായിട്ട് നമ്മൾ വായിക്കുന്നത്. ഹൈ പിച്ച് ഇടണം. അവിടെ നിന്ന് അങ്ങോട്ട് ഹൈ പിച്ചാണ് പോകുന്നത്. പ ദ നി സ. അതായത് നമ്മൾ തിരിച്ച് വായിക്കുമ്പോൾ സ നി ദ പ, സ നി ദ പ, അത് ഹൈ പിച്ചാണ് വരുന്നത്. മാഗാരീസ എന്നുള്ളത് ലോ പിച്ചിലോട്ടും വരും. ഇങ്ങനെയാണ് വരുന്നത്, താഴേന്ന് മുപ്പോട്ട്, പിന്നെ മുകളിൽ നിന്ന് താപ്പോട്ട്. സാരി ഗാമ പാദ അനീസ സാനി ദാപ്പ മാഗാരീസ. അപ്പോൾ ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് 3 ഫിംഗർ സ്റ്റൈലിൽ. ഇത് ആദ്യം ചെറിയ സ്പീഡിൽ വായിച്ചിട്ട് പിന്നീട് സ്പീഡ് കൂട്ടാം. അത് ഓട്ടോമാറ്റിക്കലി കൂടും, നിങ്ങൾ വായിച്ച് വെച്ച് വരുമ്പോൾ കൂടും. അപ്പോൾ ഈ പായും മായും ഉള്ളൂ ഇച്ചിരി പാടായിട്ടുള്ളത്. ഓക്കെ, അതല്ല നമ്മൾ ഇപ്പോൾ നമ്മൾ സരിഗമ പദനിസ പറഞ്ഞു, ഒന്നുകൊണ്ട് പറഞ്ഞുതരാം. ഇത് പ, ഇത് നിങ്ങൾ എനിക്കൊന്ന് സരിഗമ പദനിസ പഠിച്ചെടുക്കാൻ അധികം സമയമൊന്നും വേണ്ട. ഈ പായും മായും മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഡൗട്ട്. അപ്പം അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. മാ ടു പ, അപ്പോൾ അത് പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മാ ചെറിയ ഫിംഗർ അത്രയും, പിന്നെ എല്ലാ ഫിംഗറും കൂടെ അടയ്ക്കുക, അത്രയേ ഉള്ളൂ. എന്നുവെച്ചാൽ ഇങ്ങനെ പിടിക്കാൻ നിങ്ങൾ എപ്പം നിങ്ങൾ പഠിക്കുമോ ഇങ്ങനെ വിട്ടിട്ട് ഉണ്ടല്ലോ. എത്ര 1 2 3 വിരൽ ഇതിനകത്ത് മൊത്തത്തിൽ സപ്പോർട്ടായിട്ടുള്ളൂ ഫ്ലൂട്ടിനകത്ത് 3 വിരൽ. അപ്പോൾ ഇത് ഒരു ദിവസം പഠിക്കാൻ പറ്റും. ഇപ്പം ഞാൻ നാക്ക് വെച്ചിട്ട് 2 2 എന്നാണ് വായിക്കുന്നത്. ഓരോ സൗണ്ടും കുത്തി 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 ഇങ്ങനെ 2 2 നാക്കുക, 2 2 2 നാക്കുക, ഇങ്ങനെ. ടൂന്ന് ഊതുക, അതിനകത്തൊരു ശ്വാസം നമ്മൾ ടൂന്ന് ഊതുക. അപ്പം ഒരുപാട് നേരം നമ്മൾ ഊതി കഴിയുമ്പോൾ നമുക്ക് തലയൊക്കെ കറങ്ങും കേട്ടോ. അതുകൊണ്ട് ഒരുപാട് പ്രഷർ കൊടുത്ത് ഊതരുത്, ഇപ്പം തലയ്ക്കൊക്കെ കറക്കം വരും. അപ്പം സാവധാനം ഓരോ ശബ്ദവും ഒരു ബ്രീത്ത്, ആ ഒരു കണക്കിൽ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം സാ എന്ന് പറയുമ്പോൾ ഒരു ബ്രീത്ത്, സാന്ന് നീട്ടി കൊണ്ടുപോവുക. അടുത്ത ബ്രീത്തിൽ ഇങ്ങനെ വായിക്കുക. മാ പ, ഇത് പ്രത്യേകം പ്രാക്ടീസ് ചെയ്യുക. അണ്ട് ഇത് ഇങ്ങനെ പിടിക്കുക. സ രി ഗ മ പ, സ രി ഗ മ പ. അപ്പം ഈ ഫിംഗറും ഇതും പറഞ്ഞല്ലോ വെക്കേണ്ടത്. ഫിംഗർ വെച്ച ശേഷം മാത്രം ആദ്യം ഫിംഗർ വെക്കുക. തള്ളവെള്ളം എവിടെയാണെന്ന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത്, ഏത് സ്ഥലത്താണെന്നോ ആ സ്ഥലത്ത് ഇത് ചെയ്യുക. എപ്പോഴും ഇതിനടിയിലായിരിക്കും, ഈ ഫിംഗറിൻ്റെ 4ാമത്തെ ഫിംഗറിൻ്റെ അടി വെക്കുന്നതായിരിക്കും നല്ലത്, ഈ ഭാഗത്ത്. പിന്നെ ഈ ചിഹ്നങ്ങളിൽ സൈഡിൽ സപ്പോർട്ടിന് കൊടുക്കുക. ഫിംഗർ പൊക്കിയാലും തിരിച്ചടയ്ക്കുമ്പോൾ കറക്റ്റായിരിക്കണം.
കണ്ടോ, ഈ 3 ഫിംഗറേ ഞാൻ വെച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ഫിംഗറെ ഇങ്ങനെ പിടിച്ചേക്കുന്നത്. മാ പ മാ പ മാ പ മാ പ. ഇതാണ് ഫസ്റ്റ് സരിഗമ പദനിസ അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ അത് ഒറ്റ ശാസ്ത്രി സരിഗമ പദനിസ സനിധപ്പ മകരിസ. ഇനി ഇത് സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കാൻ പഠിച്ച ശേഷം നിങ്ങൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ചെറിയ ചെറിയ സൗണ്ടുകളുണ്ട്. സായ്ക്കും പായ്ക്കും ഈ 2 സൗണ്ടുകളില്ല കേട്ടോ. ഒരു സായും ഒരു പായേ ഉള്ളൂ, വേറെ സായും പായും ഇല്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാ സൗണ്ടുകളും 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനെയും ചെറുത് കാണാം. ഇപ്പം നമ്മൾ സാ പിടിക്കുമ്പോൾ ഇങ്ങനെയാണ് പിടിക്കുന്നത്. ഇപ്പം ഫ്ലൂട്ട് തിരിച്ചു പിടിച്ചേക്കോട്ടോ. സാ ഇത് രീ. ഓക്കെ, ഫുള്ള് പൊക്കിയ രീ വരും. എന്ന് വെച്ചാൽ ഹോളിൽ നിന്ന് നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാൽ രീ എന്നുള്ള സൗണ്ട് വരും. പക്ഷേ ഈ ഹോളിൻ്റെ പകുതി സാ കഴിഞ്ഞിട്ട് നമ്മൾ പകുതിയെ പൊക്കത്തുള്ളെങ്കിൽ, ഇങ്ങനെ ഹോളിൻ്റെ പകുതി പൊക്കുവാണെങ്കിൽ രീ കോമൽ എന്നുള്ള സൗണ്ട് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ രീയുടെ ചെറുത്. ഓക്കെ, രീയുടെ സാ രീ ചെറുത് രീ. ഇപ്പം രീയിലാണ് നിൽക്കുന്നത്. രീ എന്നുള്ള സൗണ്ടിൻ്റെ പകുതി പൊക്കി കഴിഞ്ഞാൽ ഗാ കിട്ടും. ഫുള്ള് പൊക്കുമ്പോൾ ഗാ. ഇതാ ഗാ. ഇത് ഗാ എന്നുള്ള സൗണ്ട്. നമ്മളിത് പകുതി, ഇതിന് അടുത്ത ഫിംഗറിൻ്റെ പകുതി അടച്ചു കഴിഞ്ഞാൽ ഗാ കോമൽ എന്നുള്ള സൗണ്ടാണ് വരുന്നത്. അടുത്ത അറിയാലോ ഗാ. ഇത് ഗായ. ഇതിൻ്റെ പകുതി തുറക്കുമ്പോൾ മാ കിട്ടും, ചെറിയ മാ. ഫുള്ള് തുറന്നാൽ വലിയ മാ കിട്ടും, ചെറിയ മാ വലിയ മാ. അപ്പോൾ നമ്മൾ ആദ്യം സരിഗമ പദനിസ പഠിക്കുമ്പോൾ ചെറിയ മായ നമുക്ക് ആവശ്യം, വലിയ മായ അല്ല, ചെറിയ മായ. അതുപോലെ പായ്ക്ക് വേറെ ചെറിയ സൗണ്ടൊന്നുമില്ല, പാ ഒറ്റൊരെണ്ണേ ഉള്ളൂ, ഇങ്ങനെ തന്നെ പാ. പക്ഷേ ദായ്ക്കുണ്ട്. പായുടെ ലാസ്റ്റത്തെ ഫിംഗറിൻ്റെ പകുതി തുറന്നു കഴിഞ്ഞാൽ ദാ കോമലാണ് കിട്ടുന്നത്. പാ കോമലല്ല, ദാ കോമൽ. ദായുടെ ചെറിയ സൗണ്ട്. പായുടെ ഈ ഒരു സൗണ്ട് പോയി കഴിഞ്ഞാൽ ദാ കോമൽ കിട്ടും. ഇത് വലിയതാ, ഇത് ചെറിയതാ, ഇത് വലിയതാ. അടുത്ത് ദായുടെ ഈ കൈ ഇച്ചിരി പൊക്കി കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ഹോളിൻ്റെ പകുതി അടഞ്ഞു കഴിഞ്ഞാൽ നീ കോമൽ കിട്ടും. കൂടുതലും പാട്ടുകളിൽ വരുന്നത് നീയാണ്. നീ എന്നുള്ള ഞാൻ പഠിച്ചിട്ടുള്ള മിക്ക പാട്ടുകളെയും വരുന്നത് വെച്ചാൽ നീ കോമല. നീ എന്നുള്ള സൗണ്ട് മിക്കതിലും വരുന്നത്. അത് പഠിച്ചെടുക്കാൻ ഇച്ചിരി പാടാം. എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം, അങ്ങൊരു സൗണ്ട് ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ദാ നീ കോമൽ, നീ വലിയ നീ, സാ. സായ്ക്ക് കോമലൊന്നുമില്ല കേട്ടോ, ഒറ്റ സായേ ഉള്ളൂ. പായ അതേ തന്നെ, ഒരു പായേ ഉള്ളൂ, കോമലൊന്നുമില്ല. ഇത്രയാണ് ഇതിനകത്തുള്ളത്. ഈ കോമൽ സ്വരങ്ങളൊക്കെ പിന്നായാലും നിങ്ങൾ പഠിച്ചാൽ മതി. പക്ഷേ അത് പഠിച്ചിരിക്കണം, പഠിക്കാതിരിക്കരുത്, അത് പഠിക്കേണ്ടതാണ്. എന്നെ ആരും പഠിപ്പിച്ചതല്ല, ഞാൻ യൂട്യൂബ് നോക്കി വീട്ടിൽ ഇരുന്ന് പഠിച്ച് ഇപ്പം അത്യാവശ്യം ചില പാട്ടുകളൊക്കെ എനിക്ക് പാടാൻ പറ്റുന്നുണ്ട്. സ്വന്തമായിട്ടും ചെറിയ ചെറിയ നോട്ടുകളൊക്കെ ഞാൻ എഴുതിയെടുക്കാൻ, സ്വന്തമായിട്ട് എഴുതാൻ നോക്കാറുമുണ്ട്. വലിയ ഇതൊന്നും പഠിച്ചില്ല, വർഷങ്ങളോളം പഠിച്ചതുമില്ല. എനിക്കൊന്നൊരു 4-5 മാസം കൊണ്ട് തന്നെ ഞാൻ ഫ്ലൂട്ട് യൂട്യൂബ് നോക്കി പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ വൈകുന്നേരം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് പറ്റിയത്. ആദ്യം ഞാൻ ഉണ്ടാക്കിയൊരു ഫ്ലൂട്ട് വായിച്ചു നോക്കി, പിന്നെ എനിക്ക് മനസ്സിലായി അത് ശരിയാകത്തില്ലെന്ന്. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത് മേടിച്ചു. നല്ല ഇങ്ങനെയുള്ള PVC ഫ്ലൂട്ട്. ഇതും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, പക്ഷേ നമുക്ക് പഠിക്കാൻ ഇത് മതി. 500 രൂപ കൊണ്ട് അല്ല, 400 സംതിങ് രൂപ കൊണ്ട് വരെയേ ഉള്ളൂ അന്ന് വാങ്ങിച്ചപ്പോൾ. അപ്പം ഇത്രയാണിത്. അപ്പം നിങ്ങൾ സരിഗമ പദനിസ പഠിച്ച് നല്ല സ്പീഡായതിനു ശേഷം ഫിംഗറിൻ്റെ സ്പീഡ് കൂടാൻ, അതുപോലെ നമ്മുടെ ഈ അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഈ ഹോളുകൾ മറക്കാതിരിക്കാനായിട്ട്, തല കയറാനായിട്ട് ചെറിയ ചെറിയ ഐഡിയ ഉണ്ട്, ചെറിയ ചെറിയ സ്വരങ്ങളുണ്ട്. അത് പഠിച്ചു വെക്കണം. അത് ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം. നമ്മൾ സായ നെല്ലി തുടങ്ങുന്നത്. ഇവിടെ നമ്മൾ 2 ഫിംഗർ വെക്കുക. സാ രി ഗ, സരിഗ. അടുത്ത ഒരു ഫിംഗർ തിരിച്ചടയ്ക്കും. സരിഗ രിഗമ, സരിഗ രിഗമ. അതിപ്പം ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ അറ്റം വരെ ചെല്ലും. ഇപ്പം ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുക്കാം. ഇത് എന്തോന്നുള്ളത്, ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. സരിഗ രിഗമ.
അപ്പോൾ നമ്മൾ ഇവിടുന്ന് തുടങ്ങും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തടുത്ത സ്വരങ്ങളാണ് നമ്മൾ തുറന്ന് വരുന്നത്. സരിഗ രിഗമ ഗമപ മപദ പദനി ധനിസ. തിരിച്ചു അതേപോലെ ആ സ്വരങ്ങൾ തിരിച്ചു വരും. സനിത നിതപ ദപമ പമക മകരി ഗരിസ. അപ്പോൾ ഈ സ്വരങ്ങൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൂട്ടിൻ്റെ ഹോൾസ് നമ്മൾ മറക്കത്തില്ല. നോട്ട് തലേ തന്നെ നിൽക്കും. ഫിംഗറിൻ്റെ സ്പീഡ് കൂടും. ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ നല്ല സ്പീഡായിട്ട് കിട്ടും. എന്നുവെച്ചാൽ ഒരു നോട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വായിക്കുന്നത്. ഇതിൻ്റെ പല സംഭവങ്ങളുണ്ട്. ഇപ്പം ഞാൻ വെച്ചത് 3 ഇതാണ്. സരിഗ 3 സ്വരങ്ങൾ വരുന്നുള്ളൂ. ഇതിൻ്റെ 4 സ്വരങ്ങൾ അല്ല 5 സ്വരങ്ങൾ വെച്ചിട്ട് മാറ്റി നമുക്ക് തന്നെ നോക്കാം. അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഇതിൻ്റെ പല ഇതിലും കിടപ്പുണ്ട് ഈ സംഭവമല്ല. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് സ്പീഡ് കിട്ടുന്നത്. പക്ഷെ ഒരു പാട്ട് വായിക്കുമ്പോൾ അങ്ങനല്ല. ഒരു പാട്ട് വരുമ്പോൾ ഈ ഹമ്മിങ്ങോ അല്ലെങ്കിൽ ചില പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു റൂട്ട് വരുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുക. ഏതെങ്കിലും യൂട്യൂബിനകത്ത് ആരെങ്കിലും പാട്ട് പഠിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് നല്ലപോലെ നോക്കുക. അവരെന്തോ പറയുന്നത്, ഏത് സൗണ്ടാണ് അവർ ലെങ്ത്തിൽ കൊണ്ടുപോകുന്നത്, എവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിക്കണം. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു പാട്ട് പാടുമ്പോൾ ഇപ്പം മറ്റൊരു പാട്ടിൽ നമ്മുടെ പുഷ്പിക്കത്തെ കണ്ണിൽ കർപ്പൂര ദീപമോ, അപ്പം അപ്പോൾ ഇത് വായിക്കുമ്പോൾ ഇതല്ല കേട്ടോ, ഹൈ പിച്ചാണ് വരുന്നത്. അപ്പോൾ ഈ സംഭവം വരുമ്പോൾ അത് പാട്ടും വേണം, എങ്കിൽ നോട്ട് നമ്മുടെ മനസ്സിൽ വേണം, എങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ ഫ്ലൂട്ടായിട്ട് അത് ചേരത്തില്ല. അപ്പം കണ്ണിൽ കർപ്പൂര ദീപമോ സാ 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 സാരിക. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ പാട്ടിനോട് ചേർത്ത് നോട്ട് വായിച്ച് അത് മെമ്മറി തല കയറ്റിയിട്ട് വേണം വായിക്കാൻ. അപ്പോൾ ഊതുമ്പോഴും അത് വരണം. സാ 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 സാരിക. പിന്നെ ഈ ഗ്ലൈഡിങ്ങും എക്സ്ട്രാ നോട്ട് കൊടുക്കുന്നതൊക്കെ കുറേ പരിപാടിയുണ്ട്. അതെന്ന് വെച്ചാൽ എല്ലാ ഫിംഗറും ടച്ച് ചെയ്ത് പഠിക്കുന്ന കുറേ പരിപാടി, അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അത് നിങ്ങളൊന്നും ചിന്തിക്കില്ല. ഇപ്പം സായ് നമ്മൾ വായിക്കുമെന്ന് വെച്ചോ, സരിഗമ. അപ്പം സായ്ക്ക് ടച്ച് കൊടുക്കണമെങ്കിൽ സായി അടിക്കരുത്. സായുടെ തൊട്ട് പുറത്തുള്ള സൗണ്ട് അതിൽ കൊടുത്താലേ സായിക്ക് കിട്ടത്തുള്ളൂ. ഉണ്ടോ, ഇത് സായ, ഇതാണ് സായെങ്കിലും നമ്മൾ ടച്ച് കൊടുക്കുന്ന ഇവിടെ, മനസ്സിലാക്കാമല്ലോ. ഇത് സാ. പക്ഷെ അതിനെ കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ തന്നെ കൊടുക്കുന്നത്. ഇങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇത് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ, ഈസിയായിട്ട് പഠിക്കാൻ പറ്റും. അതേപോലെ വേറെ പാട്ട് നമ്മൾ എടുക്കണമെങ്കിൽ അടമഴ വരും അതിൽ നനൈവോമേ, ഈ ഒരു സംഭവം. പിന്നെ നോട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ദസ ദസ ദസരി ഗാരി 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 ഗാസാനി. ഇപ്പം ഞാൻ പാട്ടിലല്ല വായിച്ചത്, നോട്ട് വെച്ചിട്ട് ആ പാട്ട് ആക്കി വെക്കുമായിരുന്നു. ഓക്കെ, മനസ്സിലാക്കണമല്ലോ. അങ്ങനെയാണ് എല്ലാവരും വായിക്കുന്നത്. ദസരി ഗാരി 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 ഗാസാനി. അടമഴ വരും അതിൽ നനൈവോമേ. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ട് ഗ്ലാഡിങ് എടുക്കുമ്പോൾ സംഭവം മാറും. അപ്പോൾ എക്സ്ട്രാ നോട്ടുകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ട്യൂണിന് ചെറിയ വ്യത്യാസം വരും, അത്രയേ ഉള്ളൂ. അല്ലാതെ വേണമെങ്കിൽ നമുക്ക് പാട്ട് വായിക്കാം. ഇതൊന്നും ഈ ഗ്ലാഡിങ് നിലയിലും പാട്ട് പോലെ വരും. പിന്നെ ആ ഒരു ഒഴുക്ക് കിട്ടത്തില്ല, അത്രയേ ഉള്ളൂ. ഇതേപോലെയാണ് വരുന്നത്. അപ്പം ഫ്ലൂട്ട് ചിലരുടെ കൈയുടെ വിരൽ എത്തത്തില്ല കേട്ടോ. അപ്പോൾ അത് പാടായിട്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിംഗർ കണ്ടോ,
എൻ്റെ സത്യം പറഞ്ഞ വിരലിന് നീളം കുറവാണ്, പക്ഷേ ഞാൻ സിയിലാണ് പഠിച്ചത്. എൻ്റെ ഈ ഫിംഗർ ഇച്ചിരി മാറി നിൽക്കുന്നത് കാണാൻ പറ്റുമോ? നമുക്ക് കാണാൻ പറയായിരിക്കും. കണ്ട് ഈ 2 ഹോള് കഴിഞ്ഞിട്ട് ഈ ഫിംഗർ നല്ല ഈ 2 ഫിംഗർ വെച്ചതിന് ശേഷം ഈ ഫിംഗർ മാറിയപ്പോൾ നിൽക്കുന്നത്. സി അങ്ങനെയാണ് വരുന്നത്. ഈ 2 ഫിംഗർ കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഫിംഗർ പിടിക്കുമ്പോൾ ഇത് ഇങ്ങനെ വരും. അപ്പോൾ ഈ ഒരു വിരൽ അങ്ങോട്ട് ചിലപ്പം വിരലിനൊക്കെ വേദന എടുക്കും, ഇങ്ങനെ പിടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും. പക്ഷേ പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് വേദനയൊന്നും അറിയത്തില്ല. വലിയ ഫ്ലൂട്ട് ആവുന്നതനുസരിച്ച് ഫിംഗർ അങ്ങോട്ട് നീങ്ങും. അപ്പോൾ നമുക്ക് കൈക്ക് വിരലിന് വേദന വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗത്തൊരു വേദന വരും. അത് നമ്മൾ എല്ലാ ഇതും അങ്ങനെയല്ലേ, പഠിക്കുന്നിടം വരെ ആ ഒരു വേദന എന്തായാലും ഉണ്ടാവും. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സരിഗമ ആദ്യം പ്രാക്ടീസ് ചെയ്യുക. ഫ്ലൂട്ട് പിടിക്കുന്ന രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ പാ കിട്ടും. ഈ ഫിംഗറിൻ്റെ 4ാമത്തെ ഫിംഗറിൻ്റെ അടിയിൽ തള്ളവരൽ ഈ ഒരു രീതിയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പാ പക്കയായിട്ട് കിട്ടും. ഇതേ ഉള്ളൂ ഇതിനകത്തൊരു ഐഡിയ, അല്ലാതെ പാ പിടിക്കാൻ വേറെ ഐഡിയ ഒന്നുമില്ല. നിങ്ങൾ ഫിംഗർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് കൊണ്ടുവെക്കുന്ന സ്ഥലം മാറിപ്പോവും. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ കൊണ്ടുവെക്കരുത്. ഫിംഗർ ആദ്യം അടയ്ക്കുക. ഫിംഗർ അടച്ച ശേഷം തമ്പ് അടി വെക്കുക. അടി വെച്ച ശേഷം നിങ്ങളിങ്ങനെ പൊക്കി നോക്കുക. പൊക്കിയിട്ട് തിരിച്ച് ഈ ചിന്നവരിൽ സപ്പോർട്ട് കൊടുക്കണം കേട്ടോ, അല്ലാതെ നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകരുത്. ചിന്നവരിലും സപ്പോർട്ട് കൊടുക്കണം. എന്നിട്ട് പൊക്കുക. ഉണ്ടോ? പൊക്കിയിട്ട് തിരിച്ചടച്ചാൽ അവിടെ തന്നെ വരത്തുള്ളൂ. ഉണ്ടോ? ഒരു ഫിംഗർ പോലും മാറത്തില്ല, അവിടെ തന്നെ വരത്തുള്ളൂ. അപ്പം ഇങ്ങനെ കൊണ്ടുവെക്കുക. ഉണ്ടോ? അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് സരിഗമപധനിസ ഇതും പഠിക്കും. കോമൺ സ്വരം പഠിക്കുന്നത് ഇപ്പം ഞാൻ പഠിച്ചത് കോമൺ സ്വരം ഇതിൻ്റെ കൂടെ അല്ല പ്രാക്ടീസ് ചെയ്തത്. കോമൺ സ്വരം പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനൂടെ കോമൺ സ്വരം പഠിച്ചിട്ടേ ഇല്ല. ഞാൻ സരിഗമപധനിസയും പിന്നെ ഈ പറഞ്ഞ എക്സസൈസ് ഇത് പലതരത്തിലുള്ള എക്സസൈസ് പഠിച്ച് ഫ്ലൂട്ട് ഊതാൻ പഠിച്ചു. പക്ഷേ ഞാൻ പാട്ട് നോക്കിയിട്ട് എനിക്ക് ഒരു രീതിയിലും പാട്ടെൻ്റെ ഇത് വരുത്തേയില്ലെന്ന് വെച്ചാൽ എനിക്ക് വായിക്കാനേ പറ്റത്തില്ല. ഈ യൂട്യൂബിനകത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഫ്ലൂട്ട് പഠിച്ചിട്ടും ഒരു പാട്ട് പോലും എനിക്ക് വായിക്കാൻ പറ്റത്തില്ല. അതങ്ങനെ നമുക്ക് അത് തലമുറയിൽ അത് കയറത്തില്ല. ഇവർ കാണിക്കുന്നത് നമ്മൾ വായിക്കുന്നതിന് രണ്ടായി പോവുക. ഇവർ പറയുന്ന രീതിയിലല്ല വരുന്നത്. പിന്നീട് മനസ്സിലായ ഒന്നാമത്തെ കാര്യം അത് കോമൽ സ്വരങ്ങൾ വരും. കോമൽ സ്വരങ്ങൾ വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് തെറ്റായിപ്പോവും. ആ സൗണ്ട് കേൾക്കത്തില്ല. കോമൽ സ്വരത്തിൻ്റെ ആ ഒരു സൗണ്ട് നമുക്ക് ഫിംഗർ അങ്ങനെ പോകത്തില്ല. അപ്പോൾ ഈ കോമൽ സ്വരം ഫിംഗർ ചെറിയ സൗണ്ടുകൾ ഇത് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഈ ഫ്ലൂട്ട് പഠിച്ച ശേഷം കോമൽ സ്വരങ്ങളുള്ള പാട്ടുകൾ നോക്കി പഠിക്കണം. ഇപ്പം കോമൽ സ്വരങ്ങളുള്ളൊരു പാട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു പാട്ട് നമ്മുടെ ഉയരേ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, ഉയരേ ഉയരേ, അത് ഇതിനകത്ത് പപദ പസദ പദനിസ നിസ ഈ ഒരു സൗണ്ട് കോമല. പദനിസ നിസ ഈ നീ എന്നുള്ള സൗണ്ട്. പദനിസ നിസ നീത പ മക. അപ്പോൾ ഈ നീ എന്ന് പറഞ്ഞ സൗണ്ട് കോമല വരും. നമ്മൾ സാധാരണ നീ വായിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് പാട്ട് കട്ടാവും. വേറെ എന്തോ ഒരു സൗണ്ടാണ് കേൾക്കുന്നത് ഫുൾ വലിയ നീ പിടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു പാട്ടാണ് ഞാൻ ആദ്യം പഠിച്ചത്. ഹിന്ദിയിലൊരു യൂട്യൂബ് ഫ്ലൂട്ട് പഠിപ്പിക്കുന്നൊരു ചാനൽ നോക്കിയാണ് പഠിച്ചത്. അപ്പം അത് ഞാൻ ഇങ്ങനെ നോക്കി എന്തോ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ കോമൽ എന്ന് പറഞ്ഞത് അപ്പോഴെനിക്ക് മനസ്സിലാവുന്നില്ല എന്തോ സംഭവം. പിന്നീടാണ് നോക്കിയത് കോമൽ എന്ന് പറഞ്ഞാൽ എന്തുവാ, അത് നീയുടെ ചെറുതാണ്. അപ്പം ഇങ്ങനെ അടിക്കുന്നത് പാത ഇങ്ങനെ അടിപ്പിച്ചാൽ ഇത് പാത നിസ നിസ ഉണ്ടോ, ഇത് പൊങ്ങത്തില്ല, അവിടെ തന്നെ ഇങ്ങനെ ആവത്തേ ഉള്ളൂ. പാത നിസ നിസ പാത നിസ നിസാനി. അതിനകത്ത് വേറെ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമലും വരും അല്ലാത്ത നീയും വരും. 2 നീയും അടുത്തടുത്ത് വരും. അപ്പം നമുക്ക് ഡൗട്ട് വരും. പാത നിസ നിസാനി ദ പ മക അങ്ങനെയും വരും. ഒരു പാട്ടിൽ പലതരത്തിലുള്ള കോമൽ സ്വരങ്ങളും വരും. നീ മാത്രമല്ല, ചിലപ്പം ദാ വരാം,
ഗാ വരാം, രീ വരാം, മായും ചിലപ്പം വരാം. മാ ഓൾറെഡി കോമലായതുകൊണ്ട് പിന്നെ അത് പ്രശ്നമല്ല, പക്ഷെ ഇങ്ങനെ വരാം. അല്ലെങ്കിൽ നമ്മൾ പിന്നെ കോമലില്ലാത്ത പാട്ടുകൾ നോക്കിയെടുക്കണം. കോമല്ലാത്ത പാട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വേറൊരു പാട്ട് പഠിച്ചാലും തലപ്പണ്ടിലോട്ട് പാട്ട് നിൽക്കുന്നില്ല. അത് ബുക്കിനകത്ത് എഴുതി വെച്ചേക്കോ പാട്ട് മൊത്തം. അത് നോക്കിയാണ് ഞാൻ ഇപ്പോഴും വായിക്കുന്നത്. കാണാത്ത ചില പാട്ടുകളൊക്കെ എടുത്തുള്ളൂ. ഇത് കണ്ടോ, ഹം തേരെ, ഈ പാട്ട് ഗാദാപ്പ, ഗാ വായിച്ചിട്ട് ദായിലോട്ടാണ് വരുന്നുണ്ടോ, ഗാദാപ്പ. സോറി, തട്ടി. അപ്പോൾ നമ്മൾ സാവധാനം ഇത് പഠിക്കുക. നമ്മൾ ധൃതി വെച്ച് വായിച്ചാൽ കിട്ടത്തില്ല, അല്ല വായിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അത് കളയരുത്. അങ്ങനൊരു നോട്ട് കളയരുത്. ഒരാളെ ഫ്ലൂട്ട് പഠിപ്പിക്കുമ്പോൾ അയാൾ നല്ല രീതിയിൽ വായിപ്പിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നെങ്കിൽ ശ്രദ്ധിച്ച് നോക്കുക, അയാളുടെ ഫിംഗർ നോക്കുക. ഈ പറയുന്നത് ചിലപ്പം ഇപ്പോൾ വെച്ചത് ഗാ ഇത് നേരെ ദായിലോട്ടാണ് പോകുന്നത്. ഗാ ദ പ പ മാ മാ ഗ, പായെന്ന് നേരെ മായിലോട്ട് വരും. ഗാ ദ പ, പിന്നെ അവിടെ നിന്നൊരു പായുണ്ട്, ഗാ ദ പ പ മാ മാ ഗ, രി രി സ, രി രി സ രി പ മ. അവിടെ നിന്ന് രീന്ന് നേരെ പായിലോട്ട് പോയി, രി പ മ ഗ ഗ. ഈപ്പമ ഗാഗ എന്നാണ് പറയുന്നെങ്കിലും നമ്മൾ മകമാന്നാണ് വായിക്കുന്നത്. പക്ഷെ ഗാഗ എന്നേ പറയത്തുള്ളൂ. അവിടെ ഒരു ഗ്ലൈഡ് നമ്മൾ കൊടുക്കും, എക്സ്ട്രാ നോട്ട് കൊടുക്കുമ്പോൾ വേറെ വരും. പക്ഷെ അത് നമ്മൾ നോട്ട് എഴുതിയിട്ട് വായിക്കുമ്പോൾ നമുക്കത് തെറ്റായിട്ട് തോന്നും. നമ്മൾ വായിക്കുമ്പോൾ അത് കിട്ടത്തില്ല. നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനല്ല. ഇത് സ്പീഡ് വായിക്കുമ്പോൾ വരുന്നതാണ്. പക്ഷെ ആ നോട്ടൊന്നും നമ്മൾ ബുക്കിനകത്ത് എഴുതി വെക്കത്തില്ല. കാരണം അത് പെട്ടെന്ന് വായിക്കുന്ന ഒരു നോട്ടാണ്. അത് എഴുതി വെച്ച് കഴിഞ്ഞിട്ട് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ വേറെ പോലെ എഴുതും. മനസ്സിലായി കാണുമായിരിക്കും. ഇതാണ് മെയിനായിട്ട് ഒരു മിസ്റ്റേക്ക്. ഇപ്പോൾ അവർ പറയുന്ന നോട്ട് നമ്മൾ എഴുതുമ്പോൾ അവർ എക്സ്ട്രാ ഉള്ള സംഭവങ്ങളുണ്ടെങ്കിൽ പറയും ഇങ്ങനൊരു സംഭവമുണ്ട്, ഇവിടെ ഒരു ഗ്ലൈഡ് ഉണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അവർ വായിക്കുന്ന രീതിയിൽ എഴുതി വെക്കും, മകമ അല്ലെ രിഗമ എന്നുള്ള എഴുതി വെക്കും. പക്ഷേ അവർ വായിക്കുമ്പോൾ അങ്ങനല്ല വായിക്കുന്നത്. നമ്മളതിട്ട് ആ മകമ പതുക്കെ ഇരുന്ന് വായിക്കും. അത് ജസ്റ്റ് സ്പീഡിലങ്ങ് പോകുന്നൊരു സാധനമാണ്. അത് മകമാന്ന് നമ്മൾ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അത് പെട്ടെന്ന് പോകുന്നൊരു സാധനം. ഇങ്ങനെ പല സംഭവങ്ങളുണ്ട്. അത് ചെറിയ പാട്ടുകൾ പഠിച്ച് വലുതിലോട്ടെത്തുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് തന്നെ പഠിക്കണമെങ്കിൽ നല്ല ഫ്ലൂട്ട് അറിയാവുന്ന ഒരാളത്ത് പോയി പഠിച്ചാൽ മതി. ചിലവർ പറയുന്നത് 5-6 വർഷമൊക്കെ എടുത്ത് ഫ്ലൂട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ യൂട്യൂബ് നോക്കി പഠിക്കുന്ന, നമ്മൾ എന്താ പറയുന്നത്, ഇൻട്രസ്റ്റ് ഉള്ളൊരു മ്യൂസിക് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നൊരു ഉപകരണം, വായിക്കാൻ ആഗ്രഹിക്കുന്നൊരു സാധനം, അതുകൊണ്ട് പഠിച്ച യൂട്യൂബിനകത്ത് ഇങ്ങനെ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഫ്ലൂട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ നമ്മൾ കയറി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഏകദേശം സരിഗമപദനിസ പെട്ടെന്ന് പഠിച്ചു കേട്ടോ. ഈ പാട്ട് പഠിക്കാനാണ് ഏറ്റവും കൂടുതൽ പാടെടുത്തത്. സരിഗമപദനിസ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും, ഫിംഗറിങ്ങും പെട്ടെന്ന് പഠിക്കാൻ പറ്റും, സ്പീഡും കിട്ടും, നല്ല ബ്രീത്തിൻ്റെ കൺട്രോളും ഭയങ്കര സ്പീഡ് കിട്ടും, അല്ല കുറേ നേരം കിട്ടും. ആദ്യം നമ്മൾ വായിക്കുമ്പം കുറച്ച് ശ്വാസം മാത്രമേ വരത്തുള്ളൂ, പിന്നീട് നല്ല ബ്രീത്ത് കിട്ടും വായിക്കാനായിട്ട്. പിന്നെ എന്തോ പ്രാക്ടീസാണ് മെയിൻ. നമ്മൾ പഠിച്ചിരിക്കണമെങ്കിൽ പ്രാക്ടീസ് മെയിൻ. ഞാനിപ്പോൾ എനിക്കൊന്ന് 3 വരെയോളം ഫ്ലൂട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ബന്ധത്തിലുള്ളതാണ് കേട്ടോ. ബന്ധമുള്ള നമ്മുടെ കൂട്ടുകാരനെ നമ്മൾ പഠിപ്പിച്ചു, പെട്ടെന്ന് തന്നെ പഠിപ്പിച്ചു. അപ്പം ഞാൻ പഠിച്ചത് എനിക്കറിയാം. അപ്പം എൻ്റെ ടെക്നീക്കും പെട്ടെന്ന് അറിയുന്നുണ്ട്, എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞ സംഭവം തന്നെ, വേറെ ടെക്നീക്കൊന്നുമില്ല. പിന്നെ ഇവർക്ക് ആർക്കും കോമത്സരങ്ങളൊന്നും ഇവരാരും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പക്ഷേ ഒരു പാട്ട് എന്നോട് ഇന്ന പാട്ട് എനിക്ക് പഠിക്കണമെന്ന് പറയുമ്പോൾ കോമത്സരം ഉണ്ടെങ്കിൽ ഞാനത് പറയും. വിരൽ പൊക്കരുത്, ഈ നോട്ട് വരുമ്പോൾ നിങ്ങൾ വിരൽ പൊക്കരുത്, ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് അനക്കി കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ അവർക്കത് പക്ഷേ കോമലാന്ന് അറിയത്തില്ല. അവർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊക്കി വിടും, അത് കോമല, അത് ഓട്ടോമാറ്റിക്കലി പഠിച്ചോളും. കോമൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ പൊക്കരുത് എന്ന് വെച്ചാൽ ഫുള്ള് പൊക്കരുത്, ജസ്റ്റ് വെള്ളം ഇങ്ങനെ ഒന്ന് ഇങ്ങനെ
എനിക്കത് പഠിക്കും. അത് ഊതി ഊതി കൊണ്ട് വരുമ്പോഴത്തേക്ക് സൗണ്ട് കറക്റ്റാവും. ഇത് ചെറിയനി രണ്ടും തമ്മിൽ സൗണ്ട് വ്യത്യാസം നല്ലതുണ്ട്. അപ്പം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് രാവിലെയും വൈകിട്ടോ നിങ്ങൾക്ക് കിട്ടുന്ന ഏത് സമയത്തും പ്രാക്ടീസ് ചെയ്യുക. ആദ്യം നല്ല വ്യക്തമായിട്ട് ഊതാൻ അങ്ങ് പഠിക്കുക. സൗണ്ട് നല്ല ക്വാളിറ്റി ആയിട്ട് ഊതാൻ പഠിക്കുക. ഈ ഇങ്ങനെ ഊതരുതുള്ളൂ. നോർമലായിട്ട് ഊതുക, നീട്ടി ഊതുക. അപ്പം ഞാനും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ശ്വാസം മുട്ടുന്നു. നിങ്ങൾ ഊതി ഊതി ചെല്ലുമ്പോൾ പക്ക. പിന്നെ ഈ ശ്വാസം മുട്ടലുള്ളവരൊക്കെ ഊതായിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ശ്വാസം മുട്ടൽ പ്രശ്നമൊക്കെ ഉള്ളവർ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അല്ലാത്തവർക്ക് കാര്യം പറഞ്ഞാൽ ഓക്കെ. ഇതിപ്പോൾ ഇത് കവറുള്ളതാണ്, ലിപ്പ് കവറുള്ളതാണ് ഫ്ലൂട്ട്. അല്ലാത്ത ഫ്ലൂട്ടിന് ലിപ്പ് കവർ വരത്തില്ല. അപ്പോൾ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ലിപ്പ് കവർ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ PVC ഫ്ലൂട്ട് ആയതുകൊണ്ട് അവർ ലിപ്പ് കവർ ഇടുന്നതാണ്. സാധാ ഫ്ലൂട്ടിന് ലിപ്പ് കവറിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഓടക്കുഴലിന് ലിപ്പ് കവറിൻ്റെ ആവശ്യമില്ല, അല്ലാതെ പറ്റും. പിന്നെ ഇത് താഴെ വീണാൽ പൊട്ടത്തില്ല. മറ്റേതും താഴെ വീണാൽ പൊട്ടത്തില്ല. അവർ ഈ ത്രെഡ് ഇട്ട് തരുന്ന ഫ്ലൂട്ടൊന്നും പൊട്ടത്തില്ല. അപ്പോൾ ഫ്ലൂട്ട് ഏതെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഹിന്ദുസ്ഥാനി ഫ്ലൂട്ടാണിത്. 6 ഹോളുള്ള ഫ്ലൂട്ട്. ഇവിടെ ഒരു ഹോളുണ്ട്, പക്ഷെ നമ്മളത് ഉപയോഗിക്കത്തില്ല. കർണാട്ടിക് എന്ന് പറയുമ്പോൾ 8 ഹോളുള്ള ഫ്ലൂട്ടാണ്. 8 ഹോള് വരും. എനിക്കത് അറിയത്തില്ല, നമ്മൾ ഇതായിട്ട് വാങ്ങിച്ചിട്ടൊന്നുമില്ല. 8 ഹോള് വരുന്ന ഫ്ലൂട്ടാണ്. 8 ഓളം ഇതുണ്ട്, ഹോളുണ്ട് അതിനകത്ത്. അത് വായിക്കുന്ന ഈ രീതിയിലേ അല്ല. ഓക്കെ. അതിൻ്റെ സാ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. സാ 2 ഫിംഗർ അടയ്ക്കുമ്പോഴാണ് സാ. നമ്മുടെ ഇത് 3 ഫിംഗർ അടയ്ക്കുമ്പോഴാണ് സാ എന്നുള്ള സൗണ്ട് കേൾക്കുന്നത്. അതിൻ്റെ മാ ഇങ്ങനെയാണ് വരുന്നത്. സാ രി ഗ മ. മാ ഇങ്ങനെയാണ് വരുന്നത്. മാ ഇങ്ങനെ, പാ ഇങ്ങനെ, മാ ഇങ്ങനെ, പാ ഇങ്ങനെ, മാ പ, മാ പ, മാ പ, മാ പ, മാ പ ഇങ്ങനെ വരുന്നത്. അത് വേറൊരു രീതിയിൽ. അത് ഞാൻ പഠിച്ചത് ഹിന്ദുസ്ഥാനി, അതാണ് നമുക്ക് പറ്റിയത്. നമ്മൾ മലയാളത്തിലല്ല ഞാൻ പഠിച്ചത്. ഞാൻ ഹിന്ദി ഇത് നോക്കിയാണ് കൂടുതൽ പഠിച്ചേക്കുന്നത്. സരിഗമയും ഇത് പഠിച്ച ശേഷമാണ് മലയാളത്തിൽ വന്നപ്പോൾ കാണാം മലയാളത്തിൽ ഇങ്ങനെ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കി. പക്ഷെ അത് ഞാൻ പ്രാക്ടീസ് ചെയ്തതിൽ ഞാൻ ഇപ്പം സരിഗമ ദിവസമൊക്കെ വായിക്കറിയാം. ഇങ്ങനെ മാ വരുന്നത്. ഇതും സരിഗമയൊക്കെ അറിയെങ്കിലും പാട്ടൊന്നും ഞാൻ ഇനി വായിച്ചു നോക്കിയിട്ടില്ല. 2 ഫിംഗർ സ്റ്റൈലിൽ ഇപ്പം 2 ഫിംഗർ സ്റ്റൈലിലാണോ ഒരു പാട്ട് ഒരാൾ പഠിപ്പിക്കുന്നതെങ്കിൽ മനസ്സിലാക്കണമല്ലോ. 2 ഫിംഗർ സ്റ്റൈലിൽ എന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാനി സ്റ്റൈലിൽ. ഞാൻ ഇത് ഹിന്ദുസ്ഥാനി സ്റ്റൈൽ, അവർ കർണാട്ടിക് സ്റ്റൈലിൽ പഠിപ്പിക്കുമെന്ന് ചോദിച്ചോ. ആ പാട്ട് ഞാനെടുത്ത് ഈ 3 ഫിംഗറിൽ വായിച്ചാൽ കിട്ടത്തില്ല. ആ പാട്ടേ കിട്ടത്തില്ല. ആ പാട്ടായിരിക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ആ 2 ഫിംഗർ എന്നുള്ള നോട്ട് 3 ഫിംഗറിലോട്ട് ആക്കണം. ചിലപ്പോൾ ആ 2 ഫിംഗറിനകത്ത് അവർ 2 വിരൽ പിടിക്കുമ്പോഴായിരിക്കും സാ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ 2 വിരൽ അടച്ചാൽ രീ ആണ് കിട്ടുന്നത്. മനസ്സിലാക്കണമല്ലോ. അവർ പറഞ്ഞ സാ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ സാ പിടിക്കുമ്പോൾ അത് നീ ആയിട്ട് മാറും 2 ഫിംഗറിലെ. മനസ്സിലായില്ലോ? വ്യത്യാസം മനസ്സിലാക്കണമല്ലോ. അപ്പം ആ സാ തന്നെ തിരിച്ചിവിടോട്ട് എഴുതണമെങ്കിൽ നമ്മൾ രീ എന്നുള്ള നോട്ട് വേണം എഴുതാൻ. സാ എഴുതിയാൽ കിട്ടത്തില്ല. രീ എന്നുള്ളത് എഴുതണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. അപ്പോൾ അത് കറക്റ്റായിട്ട് പാട്ടായിട്ട് കിട്ടും. 2 ഫിംഗർ കിട്ടിക്കഴിഞ്ഞാൽ 3 ഫിംഗറാക്കി മാറ്റി എഴുതിയതിന് ശേഷം വായിച്ചാൽ കറക്റ്റായിരിക്കും. ഞാൻ മിക്ക പാട്ടുകളും അങ്ങനെ അങ്ങനെ എഴുതാൻ പാടില്ലെന്ന ആ ഫിംഗറിൽ തന്നെ പിടിച്ച് പാടണമെന്നാണ് ഓരോരുത്തർ പറയുന്നത്. പക്ഷേ നമുക്കത് പറ്റാത്തതുകൊണ്ട് 2 ഫിംഗർ പഠിക്കാത്തതുകൊണ്ട് നമ്മൾ 3 ഫിംഗറിലോട്ട് അങ്ങനെ ആക്കിയാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. പ്രാക്ടീസ് ചെയ്യുക. സമയം കിട്ടുമ്പോഴെല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ മറ്റ് വീഡിയോ കൂടെ കാണണം. ഫ്ലൂട്ട് മാത്രം കണ്ടാൽ പോരാ, ക്രാഫ്റ്റിൻ്റെയും ഒക്കെ ഇഷ്ടം പോലെ വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.